അയ്യപ്പെടാ, ഈ സംഘികളുടെ ബുദ്ധി എന്ന് പറയുന്നത് കാഞ്ഞ ബുദ്ധിയാണ്. നമ്മൾ ഒരിക്കലും സംഘികളെ ചെറുതാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഇതാ എമ്പുരാനിതാ വെറും 11 ദിവസം കൊണ്ട് 250 കോടിയാണ് ആഗോള മാർക്കറ്റിൽ നേടിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളൊക്കെ എത്രയോ 70 ദിവസം പിന്നിട്ടു ഇത്രയും കോടി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RSSനെയോ സംഘികളെയോ ചെറുതാക്കി കാണാനേ പാടില്ല. കാഞ്ഞ ബുദ്ധിയുള്ളവരാണ്. അതായത് ഈ സിനിമയുടെ പ്രദർശനത്തിന്റെ തുടക്ക നാളുകളിൽ സാധാരണ പ്രേക്ഷകർ ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് വളരെ ടെക്നിക്കലി പെർഫെക്റ്റഡ്, വളരെ നന്നായിട്ടുള്ള പടമാണെന്ന് സാധാരണ ലോക്കലായിട്ടുള്ള ആരാധകർ പറഞ്ഞതാണ്. പിന്നീട് അങ്ങോട്ടാണ് ഇതിന് ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാനം ഉണ്ട് എന്ന് ഈ പറയുന്ന ഇപ്പോൾ ഗൗതം പറഞ്ഞ സംഘികൾ പറഞ്ഞു വരുത്തിയത്. ഏതായാലും സംഘികൾ പറഞ്ഞു വരുത്തി ആ സിനിമ എന്തെന്നറിയാൻ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ കത്രിക വെക്കുന്നതിന് മുമ്പ് കാണാൻ കയറിയ ആൾക്കാർ അത് ഒരു കൂട്ടം അത് കളക്ഷൻ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ 12 ഘട്ടോ 21 ഘട്ടോ ആക്കിയിട്ട് പോലും ആ സിനിമയ്ക്ക് ഇപ്പോൾ ഇത്രയും അധികം പ്രേക്ഷകർ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സംഘികളുടെ കാഞ്ഞ ബുദ്ധി എവിടെ പോയി? അല്ല, ഇവിടെ പല ആളുകളും ഇതിനെ വിമർശിക്കുന്നത് സംഘികൾ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് ഓരിയിട്ടു, അപ്പോൾ പിന്നെ ഈ സിനിമയുടെ വിജയം ഉറപ്പ്. അതൊരു എന്താ പറയുക, വളരെ മോശമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവരെ വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ സിനിമ വിജയിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഈ സംഘികളാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തകരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയേണ്ടി വരും. അവരുടെ ഒരു സഹായമില്ലായിരുന്നുവെങ്കിൽ 250 കോടി എന്ന് പറയുന്ന ഈ ഒരു മാർക്കിൽ ഈ സിനിമ എത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ വളരെയധികം വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ ഇത്രയും വലിയൊരു കോടി കളക്ഷനിലേക്ക് ഇത്രയും ചെറു ദിവസത്തിലേക്ക് ഈ സിനിമയെ എത്തിച്ച സംഘപരിവാർ പ്രവർത്തകരോടും അല്ലെങ്കിൽ RSS പ്രവർത്തകരോടൊക്കെ വളരെ ബഹുമാനപൂർവ്വം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം അതെ, എല്ലാ അർത്ഥത്തിലും. കാരണം അവരുടെ കാഞ്ഞ ബുദ്ധിക്ക് മുമ്പിൽ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമ ഒരു കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ഇന്ത്യ വിരുദ്ധ സിനിമയോ ഹിന്ദു വിരുദ്ധ സിനിമയോ അല്ല എന്നാണ്. ഈ സിനിമയുടെ സെൻസറിങ്ങിന്റെ അകത്ത് പോലും RSS നോമിനി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പോലും സെൻസർ കൊടുത്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അപ്പം കൃത്യമായിട്ടും ഇതിന്റെ ഉള്ളിൽ ഈ സിനിമയെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കളക്ഷനിലേക്ക് ഈ സിനിമ എത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു മൂന്നാം ഭാഗത്തെ കുറിച്ചിട്ട് വലിയൊരു എക്സൈറ്റ്മെന്റ് ആളുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇതിപ്പോ ഇതിനോടകം ഇതിന്റെ അണിയറ പ്രവർത്തകര് അവരെന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം അവര് സാമ്പത്തികമായിട്ട് അവര് ലക്ഷ്യം കൊയ്തിരിക്കുന്നു. ഇതിന്റെ ലൂസിഫർ 3 എന്ന് പറയുന്ന മൂന്നാം ഭാഗത്തിലേക്ക് ഒരു എക്സൈറ്റ്മെന്റ്, ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ്, എന്തായിരിക്കും അത്, ഗോദ്ര തീവെപ്പ്, ട്രെയിനിലെ തീവെപ്പ് കാണിക്കുമോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലേക്ക് ആളുകൾ എത്തിക്കാനും കൂടിയിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഏതാനും ഒരു 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ആന്റണി പെരുമ്പാവൂര് പൃഥ്വിരാജിന്റെ കൂടെയാണെന്ന് തോന്നുന്നു ഒരു കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചു. അണ്ണ എല്ലാം ഓക്കെ അല്ലേ? അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മെസ്സേജ് ഉണ്ട്, അണ്ണ എല്ലാം ഓക്കെ അല്ലേ. അതേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മോഹൻലാലിന്റെ കൂടെ ഒരു പുറകിൽ നിന്നുള്ള കയ്യിൽ തോളിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചു. എന്നും എപ്പോഴും. അതേ മണിക്കൂർ കഴിഞ്ഞ് മുരളി ഗോപി തിരക്കഥാകൃത്തിന്റെ കൂടെ മറ്റൊരു ഫോട്ടോ പങ്കുവെച്ചു, സ്നേഹപൂർവ്വം അങ്ങനെ എന്തോ അടിക്കുറിപ്പ് എഴുതിയിട്ട്. പൃഥ്വിരാജിന്റെ കൂടെ ഇട്ടത് അണ്ണ എല്ലാം ഓക്കെ അല്ലേ, എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ലേ അടിക്കുറിപ്പ്. അപ്പോൾ ഇതിവര് മുന്നിൽ കണ്ടത് തന്നെയാണ് ഇത് എന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ മുരളി ഗോപി എന്ന് പറയുന്ന ഒരാൾക്ക് RSS പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് RS ചിന്താഗതി ഉള്ള ഒരാളാണ്. കാരണം മഹാനായ കൊടിയേറ്റം ഗോപി, മലയാളത്തിലെ ഏറ്റവും മികച്ച നടനാണ് കൊടിയേറ്റം ഗോപി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഒരാളുടെ മകനാണ് ഈ മുരളി ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം BJP ആയിട്ടും RSS ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. ആദ്യ കാലഘട്ടത്തിൽ CPI കാരനൊക്കെ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നാടകപ്രവർത്തനമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളുടെ മകനാണ് മുരളി ഗോപി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു RSS പശ്ചാത്തലം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പല സിനിമകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ RSSന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം, ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമയെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്ന്
വളരെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘികളെ ചെറുതായി കാണാൻ പാടില്ല, അവർക്ക് കാഞ്ഞ ബുദ്ധിയാണ്. അല്ല, ഗൗതം പറഞ്ഞ ഒരു കാര്യം, ഗൗതം തന്നെ പറയുന്നു, ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി, അവരുടെ ഒരു നാടകം, അവരിങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ട് എന്ന് അവർ തന്നെ ആളിനെ കൊണ്ട് പറയിച്ചു എന്നാണോ ഗൗതം പറയുന്നത്? അല്ല, അങ്ങനെ നമുക്ക് സംശയിക്കാം. ആ, അങ്ങനെ പറഞ്ഞു എന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. അല്ല, ഞാൻ വായിച്ചെടുക്കാം. രേഖകൾ എന്നല്ല, ഇപ്പൊ മുരളി ഗോപി ഒരു RSS കാരനാണ്, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളായാലും അദ്ദേഹം പഴയ പത്രപ്രവർത്തകനും കൂടിയാണ്, ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ഹിന്ദുവിലും ഒക്കെ ജേർണലിസ്റ്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിൽ ചോദിക്കാനുള്ളത്, ഇത് ഇവർ മുൻകൂട്ടി കണ്ട ഒരു സ്ട്രാറ്റജിയാണ്, അത്തരത്തിൽ അവരെ ഇവരെ കൊണ്ട് പറയിച്ചതാണോ, ഇങ്ങനെ ഇത്രയും കോലാഹലം ഉണ്ടാക്കിച്ചതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഇത് അങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല, അങ്ങനെയൊക്കെ തോന്നാൻ കാരണങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ചെയ്തിട്ടാണ് ഈ സിനിമ സെൻസർ ചെയ്യാറുണ്ട്. അതെ, സെൻസർ ചെയ്യുമ്പോൾ ഈ കട്ടുകൾ സെൻസർ ബോർഡ്, നമുക്കറിയാം സെൻസർ ബോർഡ് എന്തൊക്കെ കട്ടുകൾ പലപ്പോഴും പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ പോലുള്ള ഒരു സർക്കാർ ഭരിക്കുമ്പം RSS നോമിനിയെ പോലുള്ള ആളുകൾ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴൊക്കെ കട്ടൊന്നും ആവശ്യപ്പെടാണ്ട് വളരെ സുഗമമായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നു. പിന്നീട് അത് കട്ട് വരുന്നു, മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്നു, പാർലമെന്റിലടക്കം ഇത് ചർച്ചയാവുന്നു. അങ്ങനെ 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 ചെറിയൊരു ഒരു തരി മതി എന്ന് പറയല്ലോ, ഇത് ആളിക്കത്തി അങ്ങ് വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഇതിന് ഇത്രമാത്രം വിവാദം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകന് തോന്നും, എന്തോന്നാ ഇത്രമാത്രം വിവാദം ഉണ്ടാവാൻ വേണ്ടി ഇതിൻ്റെ അകത്തുള്ളത്? അങ്ങനെ തോന്നും. അങ്ങനെ തീർച്ചയായിട്ടും തോന്നും. സിനിമ യഥാർത്ഥത്തിൽ ഞാൻ കണ്ട ഒരാളാണ്. കാരണം ആദ്യത്തെ 2 ദിവസം ഇത്രയും വലിയ വിവാദം ഉണ്ടായില്ല. 3ാമത്തെ ദിവസങ്ങൾ മുതലാണ്. കാരണം 2ാമത്തെ ദിവസം മുതൽ കളക്ഷൻ കുറയാൻ തുടങ്ങി. കാരണം ഈ സിനിമ കാണുമ്പോൾ പല ആളുകൾക്കും, സാധാരണ ഒരു പ്രേക്ഷകന് ബോറടിക്കും, ഉറക്കം വരും. ഞാൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് സൈഡിലുണ്ടായിരുന്ന പല ആൾക്കാരും ഉറങ്ങുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഉറക്കം തൂങ്ങിയായിട്ടുള്ള പല ഘട്ടങ്ങളുള്ള വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമ ഒരു കാരണവശാലും 250 കോടി എടുക്കാനുള്ള യോഗ്യതന്റെ കെൽപ്പ് ആ സിനിമയ്ക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു മേക്കിംഗ് സ്റ്റൈൽ അതിനുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പൃഥ്വിരാജ് മണ്ടറൊന്നുമല്ല, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇതിന്റെ മേക്കർ ആയിട്ടുള്ള പൃഥ്വിരാജ് തന്നെയാണ്. അപ്പൊ ഈ പൈസ കിട്ടിയേ പറ്റുള്ളൂ. ഇത്രയും പൈസ ചെലവാക്കി എന്നാണല്ലോ അവകാശപ്പെടുന്നത്. എങ്ങനെ കിട്ടും? ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കിയാലേ അത് കിട്ടുള്ളൂ. അപ്പൊ ആരാണ് ഈ സിനിമയെ വിജയിപ്പിച്ചിരിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ രായപ്പെന്നും മറ്റു എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസറും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ഈ മോഹൻലാലൊക്കെ കൊയ്തിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം കൃത്യമായിട്ട് അവർ നേടിയിരിക്കുകയാണ്. ഇവിടെ പല ആളുകളും പാവപ്പെട്ട ആളുകൾ ഇതിന്റെ ഒരു സത്യാവസ്ഥയും ഇതിന്റെ യഥാർത്ഥ ഗെയിം എന്തെന്നും അറിയാത്ത ഇതിന്റെ കൂടെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ഓരിയിടുക എന്ന് പറയുന്നത് വളരെ സങ്കടപൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും RSSന്റെ തലപ്പത്തുള്ളവർക്കും അല്ലെ മറ്റുള്ള വലിയ നേതാക്കൾ നമ്മൾക്ക് അവർക്ക് ഉണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് അങ്ങനെ അവർക്ക് നമുക്ക് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരു റീഡിങ്, ഒരു വായന നമുക്ക് നടത്താം. നമ്മളെ കയ്യിൽ രേഖകളൊന്നുമില്ല അവരെ സഹായിച്ചു എന്നുള്ളത്. എന്റെ സംശയം, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അല്ലാതെ അവർ കാണിച്ച ഇതിലേക്ക് ഈ RSSകാര് ഈ പറയുന്ന എല്ലാ പ്രമുഖ BJP നേതാക്കളും വീണു എന്നാണോ ഗൗതം പറയുന്നത്? ഇവർ കാണിച്ച ഈ സ്ട്രാറ്റജി ഇവർ തന്നെ പറയിച്ചതായിരിക്കാം അല്ലെ, ഈ പറയുന്ന അണികളെ കൊണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കുക. 2ാം ദിവസം മുതൽ ഈ സിനിമയുടെ കളക്ഷൻ കുറയാൻ തുടങ്ങി, ആള് കയറാതായി. അശ്വന്ത് ഗോക്കിനെ പോലുള്ള പ്രമുഖ യൂട്യൂബ് സിനിമ റിവ്യൂവേഴ്സ് വളരെ മോശം അഭിപ്രായം സിനിമ ഇറങ്ങി റിലീസ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൊടുക്കാൻ തുടങ്ങി. സിനിമ 1 ടൈം വാച്ചബിൾ ആണെന്നുള്ള രീതിയിൽ റിവ്യൂസ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത്രയും പൈസ ഉണ്ടാവില്ല. പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് പടം ചെയ്തിട്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് അങ്ങനെയാണ് തോറ്റു തുന്നം പാടിയില്ല എന്നൊക്കെ ഉള്ള വർത്തമാനം പറയുന്നതിന് മുമ്പേ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ഇപ്പൊ എല്ലാം കൂടി പൃഥ്വിരാജിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വന്നു വിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ യഥാർത്ഥത്തില് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം മുരളി ഗോപിക്ക് ഇത്രയും നാളുണ്ടായ ഒരു RSSകാരനാണ്, സംഘിയാണ് എന്ന് പറയുന്ന ഒരു ചാപ്പകുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചില വിഭാഗങ്ങൾക്കിടയിൽ ഇയാളൊരു സ്വീകാര്യനല്ലാത്ത ഒരാളായിട്ട് രേഖപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ മുരളി ഗോപി. ആ പേര് അദ്ദേഹം മാറ്റി ഈ സിനിമയിലൂടെ. ഇപ്പം അടിമക്കമ്മികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനൊക്കെ ആയിട്ട് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനൊക്കെ ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഇതിന്റെ അണിയറ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. പല ആളുകളെയും പറ്റിച്ചുകൊണ്ട്
അവര് എന്താണ് ഈ സിനിമ ഇപ്പൊ ഈ അഖിൽ മാരാറിനെ പോലുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ഒരു എന്താണ് ഒരാഴ്ച സംഘികളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക, അടുത്ത രണ്ടാമത്തെ ആഴ്ച മുതൽ സംഘി വിരുദ്ധരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക. പറ്റിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ഗൗതം, ഈ സിനിമ ശരിക്കും ഒരു ഹിന്ദു വിരുദ്ധ ചിത്രമാണോ? ഒരിക്കലുമല്ല. ഇത് ഒരിക്കലും ഒരു ഹിന്ദു വിരുദ്ധ ചിത്രമല്ല. കാരണം ഇതിലെ യഥാർത്ഥത്തിലുള്ള ഇതിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് അബ്രഹാമാണ്. അബ്രഹാം അല്ല, അബ്റാം. മോഹൻലാലിന്റെ ഖുറേഷി അബ്രഹാമാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം എന്താണ്, അദ്ദേഹം ആരാണ് എന്നുള്ളതൊന്നും സിനിമ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതായിരിക്കാം ഒരു പക്ഷേ ഈ മൂന്നാം ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ഇവർ ഈ എന്താണ് മുസ്ലിം വിരുദ്ധ അല്ല ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്നൊക്കെ പറയുന്നതിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല. ഇതിന്റെ പ്രധാന വില്ലനെ കൊല്ലുന്ന ഒരു സീനുണ്ട് ഏറ്റവും അവസാനത്ത്, ഈ ബജ്രംഗീനെ. ഇപ്പൊ കട്ടുമാറ്റിയിട്ട് വേറെ പേരായി. അതിൽ തന്നെ ഇയാൾ ചോദിക്കുന്നുണ്ട്, നീ താൻ ആരാണ്, മലബാർ ഏത് മലബാറിയാടാന്ന് നീ ചോദിക്കുന്നുണ്ട്. അപ്പൊ കൊല്ലുന്നതിന് മുമ്പേ പറയുന്നത് മലബാറിയല്ല, ഞാൻ ഹിന്ദുസ്ഥാനിയാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള കൺവിൻസിങ് ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് പല സാധനങ്ങളും എന്താണ് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ തീവ്രവാദി ക്യാമ്പില് എന്താണ് ഇന്ത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ബാലനെ പഠിപ്പിക്കുന്നവരിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൂടി തങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് ഈ പവർ, ആത്യന്തികമായിട്ടുള്ള പവർ, ആ പവറിന് രണ്ട് മുഖങ്ങളുണ്ട്. അതൊന്ന് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള വളരെ സൽസ്വഭാവിയായിട്ടുള്ള ഒരു മുഖമാണ്. മറ്റൊരു മുഖം എന്ന് പറയുന്നത് തീർത്തും ഡെവിളിന്റെ മുഖമാണ്. അപ്പൊ ഇതില് നമ്മള് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഡെവിളിന്റെ പ്രതികാരത്തിന്റെ മുഖമാണ്. ഒരുപക്ഷെ അടുത്ത ഭാഗം വളരെ നന്മയുടെയും ശാന്തതയുടെയും മുഖമായിരിക്കും. തീർച്ചയായിട്ടും.